SIR-മായി സഹകരിക്കുമെങ്കിലും നിയമ പോരാട്ടം തുടരാൻ CPIM. നിലവിൽ പിന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമപരമായി CPIM SIR-ന് എതിരാണ്. പ്രത്യേകം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് CPIM-ന് ഉള്ളത്. കാരണം പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ SIR-ൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിന് പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുക. അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായി ഇടപെടണം എന്നുകൂടിയാണ് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്തും. അർജുൻ, ഇക്കാര്യങ്ങളിൽ ഏത് രീതിയിലാണെങ്കിലും മുന്നോട്ടേക്ക് പോകുമെന്ന് ഉറപ്പിച്ച വാക്കുകളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്. ആ നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പിനെ മറികടന്ന് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുമുണ്ട്. പക്ഷേ CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയാണ്. ഏത് രീതിയിൽ നിയമപരമായി മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനം? സംഘിത തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM-ഉം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും ഇതേ നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നത്. സർക്കാർ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരുകയല്ല, മറിച്ച് സ്വതന്ത്രമായി തന്നെ ഒരു പ്രത്യേക ഹർജി CPIM-ഉം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ തുടർ നടപടികളുമായി സഹകരിക്കാനും CPM തീരുമാനിച്ചു. നിയമപരമായി SIR-നെ എതിർക്കുമ്പോൾ കൂടിയും SIR സംസ്ഥാനത്ത് നടപ്പാക്കുന്ന അതിന്റെ നടപടികളോട് സഹകരിക്കാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഈ നടപടി, അതായത് SIR-ൽ പങ്കെടുക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ബീഹാറിൽ ഉണ്ടായതുപോലെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ നടപടിയെ എതിർക്കുമ്പോൾ കൂടിയും അതിന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന നടപടികളുമായി സഹകരിക്കാൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പാർട്ടി പ്രാദേശിക തലത്തിലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ സഹകരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണമെങ്കിൽ പാർട്ടികളുടെ കൂടി സഹകരണം അനിവാര്യമാണ്. കാരണം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആളുകളെ വോട്ട് ചേർക്കാനും ഒക്കെ പാർട്ടിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആവശ്യമാണ്. എങ്കിൽ കൂടിയേ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPM ഇപ്പോൾ അത്തരം നയപരമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിസ്സഹകരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒക്കെ വോട്ട് ഈ പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് സഹകരിക്കണമെന്ന് പറയുന്നത്. അതേ സമയത്ത് ഇത് നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം അത് സുപ്രീം കോടതിയിൽ പോയും തുടരുമെന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. ശരി അർജുൻ.